ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VN വാസവൻ എന്താണ് പറയാനുള്ളത് നോക്കാം. സ്വർണ്ണക്കൊള്ള കേസിൽ A പത്മകുമാറിനും വാസവനുമെതിരെ നടപടി വേണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. SIT കോടതിയിൽ റിപ്പോർട്ട് നൽകിയാലുടൻ പാർട്ടി നടപടിയെടുക്കും. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതിപക്ഷവും ഗൂഢാലോചന നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല തിരിച്ചടിയായിട്ടില്ല. ശബരിമല യുവതീ പ്രവേശനത്തിൽ മന്ത്രിസഭയും മുന്നണിയും ആലോചിച്ച് പുതിയ സത്യവാങ്മൂലം നൽകും. മന്ത്രിയെ വെളുപ്പിക്കാനുള്ള ബാധ്യത തന്ത്രിയെ വെളുപ്പിക്കാനുള്ള ബാധ്യത BJPക്കുണ്ടെന്നും മന്ത്രി VN വാസവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ശരിയാണ്, രണ്ടുപേരുടെ ഒരു നടപടി ഉണ്ടാവേണ്ടതാണെന്ന് ഒരു സംശയവും പാർട്ടിക്കില്ല. അവരെ സംരക്ഷിക്കുകയില്ല. അവിടെയല്ലേ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, ഇതിൽ ആര് കള്ളന്മാരാണെങ്കിലും ഒരാളെയും സംരക്ഷിക്കില്ല പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് സംരക്ഷിക്കില്ല. അത് പത്മകുമാറും അതുപോലെ തന്നെ വാസുവും രണ്ടുപേരും തെറ്റുകാരാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് വന്ന ആ നിമിഷം അവരുടെ പേര് നടപടി ഉണ്ടാവും. ഇപ്പോൾ അവരുടെ പേര് പ്രതിയാണെന്ന് പറഞ്ഞിട്ടുള്ള FIR മാത്രമാണ്. അതിൽ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ കുറ്റം എന്താണെന്ന് അതിൽ പറയും. ആ പറയുന്ന കണ്ട അപ്പം തന്നെ അവരുടെ ഒരു നടപടി എടുക്കുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കാണാനില്ലെന്ന് ഒരു ചാനലിൽ വിശദീകരിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ അടിയന്തര പ്രമേയം വരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് ഇത് കണ്ടെടുക്കുന്നു. കള്ളൻ കപ്പലിൽ തന്നെയല്ലേ. അപ്പോൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ഒരു അവസരം ഉണ്ടാക്കി ഈ ചാനലിൽ കയറി പറയാനൊരു നിർദ്ദേശം വന്ന് വിടുന്ന SIT കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്ത്രിക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ അനുമതിയാണ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. CPM പറഞ്ഞ അറസ്റ്റല്ല, ഞങ്ങളല്ല അങ്ങേര് കള്ളനാന്ന് പറഞ്ഞത്. കോടതിയാണ് ഇക്കാര്യത്തിൽ ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന SITയോട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ. ആ അനുവാദത്തോടുകൂടിയാണ് SIT പോയി അറസ്റ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ഇതിനെ പാർട്ടി സെക്രട്ടറിയെ പറയുന്നു. ഇത് അല്ലാതെ ആക്കി വെളുപ്പിച്ചെടുക്കാനുള്ള ബാധ്യത ഇപ്പോൾ BJPക്കും കോൺഗ്രസിനും. കാരണം ഈ തന്ത്രിയുടെ ഭാര്യ സഹോദരനാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി. അത് BJPയുടെ പല പരിപാടിയിൽ അദ്ദേഹം പോയി പങ്കെടുത്തിട്ടുണ്ട്. ക്യാബിനറ്റ് ആലോചിച്ചും മുന്നണി ആലോചിച്ചും ഈ കാര്യത്തിൽ വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള നിലപാടിലേക്ക് വരാൻ ശ്രദ്ധിക്കും. അത് സത്യവാങ്മൂലം കൊടുക്കാൻ പറയുന്ന സമയത്ത് ഗവൺമെൻറ് കൃത്യമായി സത്യവാങ്മൂലം സുപ്രീം കോടതിക്ക് കൊടുക്കും. ഇതുവരെ നോട്ടീസൊന്നും വന്നിട്ടില്ല. വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ മന്ത്രി മറുപടി പറയുകയായിരുന്നു. അപ്പോൾ പത്മകുമാറിനും വാസുവിനും എതിരൊക്കെ നടപടി ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് SIT കോടതിയിൽ റിപ്പോർട്ട് നൽകിയാലുടൻ നടപടി എടുക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പറഞ്ഞിട്ടുള്ളത് സുനിൽ? ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള വിവാദ വിഷയങ്ങളിലൊക്കെ വളരെ വിശദമായി പ്രതികരിക്കുകയാണ് മീഡിയ വണ്ണോട് മന്ത്രി VN വാസവൻ. ഇന്നലെ നമുക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഈ വിഷയങ്ങളിൽ മന്ത്രിക്ക് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ വിശദമായ മറുപടി നൽകുന്നത്. അതിലൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. അതായത് അത് CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ്. ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. അത് അണികളുടെ അമിത ആത്മവിശ്വാസവും അനാസ്ഥയുമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നാണ് VN വാസവൻ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാവാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് എന്നായിരുന്നു ഘടകകക്ഷിയായ CPI അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. അത് വലിയ ആക്ഷേപത്തിന് ഇടയാക്കുകയും ചെയ്തു. അത് അദ്ദേഹം ഒരു പരിധിവരെ സമ്മതിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരുന്നതല്ല എന്ന് പറയുന്ന അദ്ദേഹം, പക്ഷേ പത്മകുമാറിനെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട്. അതായത് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടി വേണ്ടതായിരുന്നു. ഇപ്പോൾ SIT ഇപ്പോൾ നിലവിലൊരു FIR സമർപ്പിക്കുക മാത്രമാണ് കോടതിയിൽ ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ SIT ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം റിപ്പോർട്ട് സമർപ്പിക്കും കോടതിയിൽ. അത് സമർപ്പിച്ചാൽ ഉടൻ തന്നെ പാർട്ടി ഇരുവർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് ഒരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇടയില്ലാതെ VN വാസവൻ പറയുന്നു. ഒരുപക്ഷെ CPMന്റെ ഒരു നേതാവ് ഇതാദ്യമായിട്ടാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടി വേണ്ടതായിരുന്നുവെന്ന് വ്യക്തമായി അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നത് എന്നൊരു പ്രത്യേകത കൂടി വാസവന്റെ പ്രതികരണത്തിനുണ്ട് എന്നതുകൂടി നമ്മൾ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ വാസുവിനെയോ പത്മകുമാറിനെയോ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. അത് ആരാണോ കള്ളത്തരം കാണിച്ചത് അവർ ശിക്ഷ അനുഭവിക്കണം എന്നത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യവാങ്മൂലത്തെക്കുറിച്ചാണ്.
SNDPയും NSSും അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉയർത്തുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മുൻ നിലപാടിൽ നിന്ന് ഒരുപക്ഷെ സർക്കാർ ഒരല്പം പിന്നോട്ട് പോയേക്കാമെന്ന സൂചന നൽകുന്ന തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതായത് ഈ വിഷയത്തിൽ ഇതുവരെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടില്ല, അഭിപ്രായം ചോദിച്ച് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടില്ല. ആ നോട്ടീസ് ലഭിച്ചാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ മറുപടി നൽകും. അത് കൂടിയാലോചനയോടുകൂടിയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക. ഒന്ന് സർക്കാർ എന്ന തലത്തിൽ, അതായത് മുന്നണി എന്ന ക്യാബിനറ്റ് എന്ന നിലയ്ക്കുള്ള കൂടിയാലോചന ആദ്യം നടത്തും. ഒപ്പം മുന്നണി എന്ന തലത്തിലുള്ള കൂടിയാലോചന നടത്തും. ആ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. അതായത് വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കാൻ ഈ മന്ത്രിസഭ അല്ലെങ്കിൽ ഈ മുന്നണി, ഈ സർക്കാർ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിലവിലുള്ള സത്യവാങ്മൂലം നമുക്കറിയാം, അത് ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള സത്യവാങ്മൂലമാണ് നിലവിൽ നേരത്തെ VS സർക്കാരിന്റെ കാലത്തായാലും ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്തായാലും ഒക്കെ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് വാസവൻ പറയുന്നത്.